മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ ബെന്യാമിൻ്റെ പ്രശസ്തമായ നോവൽ ആടുജീവിതം ബ്ലെസ്സി എന്ന അനുഗ്രഹീത സംവിധായകൻ അഭ്രപാളിയിലേക്ക് പറിച്ചു നട്ടപ്പോൾ അനുകൂലമായും പ്രതികൂലമായുമുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നിരിക്കലും വളരെ ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു വിജയത്തിലേക്കാണ് ഈ ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വിനോദ വ്യവസായത്തിനു നൽകുന്ന ഊർജം ചില്ലറയല്ല. ജീവിതം എന്ന വലിയ പരീക്ഷണശാലയിൽ വിശപ്പിനും വിഷമതകൾക്കുമുള്ള മറുമരുന്നായി മലയാളി കണ്ടെത്തിയ ഇടങ്ങളിലൊന്നാണ് അറേബ്യൻ മരുഭൂമികൾ എന്ന് പറയാം. സ്വന്തം തൊഴിലിടം എന്ന മസറയിൽ വിരഹത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും മരുക്കാറ്റേറ്റു പൊളയുന്ന ഓരോ ഗൾഫുകാരൻ്റെയും വേദനകളുടെയും വിരഹത്തിൻ്റെയും കണ്ണീരിൻ്റെയും കരിവാളിച്ചു പോയ ജീവിതഗാഥകൾ ഹൃദയത്തെ പൊള്ളിക്കുന്ന ഒന്നാണെന്ന് പറയാൻ കഴിയും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ബലിയാടു ജന്മങ്ങൾ നയിക്കുന്നവരാണ് ഓരോ പ്രവാസിയും. പെങ്ങന്മാരുടെ വിവാഹം, വീടുപണി, മക്കളുടെ വിദ്യാഭ്യാസം, അതിനുശേഷം അവരുടെ കല്യാണം, രോഗങ്ങൾ തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി കുമിഞ്ഞുകൂടുന്ന പ്രാരാബ്ദങ്ങളുടെ നെടുമ്പേറി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവരിലേറെ പേരും. കടലുകൾക്കപ്പുറവും ഇപ്പുറവും ഒന്നാകാനുള്ള വെമ്പലോടെ കാലം കഴിക്കുന്ന നിസ്സഹായരായ ഇണകളുടെ കാത്തിരിപ്പിൻ്റെ ഉള്ളുപൊള്ളിക്കുന്ന കഥ കൂടിയാണ് പ്രവാസം പങ്കുവയ്ക്കുന്നത്. ആടുജീവിതം എന്നത് നിസ്സഹായനായ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ അനുഭവിച്ചു തീർത്ത തികച്ചും ഒറ്റപ്പെട്ട യാതനയാണെങ്കിൽ, അതിനുമപ്പുറം ഭൂരിപക്ഷം പ്രവാസികളും അനുഭവിച്ചു തീർക്കുന്ന പ്രവാസത്തിൻ്റെ തീഷ്ണത തുളുമ്പുന്ന കഥകൾക്ക് മുമ്പിൽ കാലങ്ങളായി മുഖം തിരിച്ചു നിൽക്കുന്ന മലയാള സാഹിത്യം ഇരുകരകൾക്കുമായി പ്രാണനെ പകുത്തുവെച്ചു പുളയുന്ന പാവം മനുഷ്യരുടെ ഗദ്ഗതങ്ങൾക്ക് ഇനിയെങ്കിലും കാതുകൊടുക്കണം എന്നത് ഒരു അപേക്ഷയാണ്, ഒരു പാവം പ്രവാസിയുടെ അഭ്യർത്ഥനയാണ്.